ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ 5 കുട്ടികളുടെയും എൻ്റെയും വക പുതുവത്സരാശംസകൾ. ഈ പുതുവർഷമായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോണ പ്രൊജക്റ്റ് ഇടുക്കി കട്ടപ്പനയിലാണ് കേട്ടോ. അതാണ് ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലം. തേയിലത്തോട്ടങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും എനിക്ക് വൈബ് കൂടിയൊരു സ്ഥലമായിട്ട് തോന്നിയത് കുട്ടിക്കാനം മുതൽ കട്ടപ്പന ഈ ഒരു റോഡ് തന്നെ കേട്ടോ. റോഡും അടിപൊളി റോഡാണ്, രണ്ട് സൈഡും നല്ല വൈബുമാണ്. നമ്മളിവിടെ താഴെ കോട്ടയം എറണാകുളമൊക്കെ ഉള്ള പ്രൊജക്റ്റിൻ്റെ അവിടുന്ന് കട്ടപ്പന സൈറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. 10,008 പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഡ്രൈവിൽ ഫുള്ള് മനസ്സ് ക്ലീൻ ആവും. ഓരോ ദിവസം ഓരോ പ്രതിസന്ധിയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മളൊരു വർഷം കടന്നുപോയി. ഒരുപാട് വർക്ക് പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ ഇതേപോലെ ഒരു ഡ്രൈവ് പോകുന്നത് നല്ലതാട്ടോ. നമ്മുടെ ഒരു ഭാഗ്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു ഡ്രൈവ് പോകണ്ട. നമ്മളെ പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ ആഴ്ചയിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ ഒരു സുഖം. ഏതാണ്ട് ഇതുപോലെ തന്നെ കേട്ടോ നമുക്ക് വയനാട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും. ഇനി പോയി കാന്തല്ലൂർ വരെ ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ സ്വഭാവം എല്ലാ സ്ഥലങ്ങളിലും കാണിക്കട്ടോ. കാരണം നമുക്കിങ്ങനെ വൈഡ് ഷോട്ട് മാത്രമേ ഉള്ളൂ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക. നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിഹീനമായിട്ട്, അതായത് ഇതിൻ്റെ റോഡ് സൈഡിൽ വന്നിട്ട് ഞങ്ങളെപ്പോലെ കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ നോക്കി നോക്കൂ, ഇതേപോലെ കച്ചറയും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട്, ഇതിപ്പോൾ കാറ്റ് വരാത്തതുകൊണ്ട് അവിടെ കിടക്കണം. കാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറിയിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലേക്ക് പോകും. ഇപ്പോഴും നമ്മൾ മലയാളികൾക്ക് എന്താ വെച്ചാൽ ചൊട്ടയിലുള്ള ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ എത്ര ഒരു ഭംഗിയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇവർക്ക് മറക്കാനോ അതൊന്നും മാറ്റി ചിന്തിക്കാനൊന്നും ഇവരെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട കച്ചറകളൊന്നും ഈ നാട്ടുകാരും കൊടുന്നിട്ടതല്ല കേട്ടോ. നമ്മളെ പോലെ ഇതേ യാത്ര ചെയ്തിട്ടും ടൂറിസ്റ്റായിട്ടും വരുന്ന ആൾക്കാർ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരെ വണ്ടിയിൽ നിന്നായിട്ടും കുപ്പിയുടെ വേസ്റ്റ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ യാത്രയിൽ കൊടുന്നിടുന്ന ആൾക്കാരാണ് ഫുൾ ആൾക്കാരും. അല്ലാണ്ട് ആ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരോ അവിടെയുള്ള ആൾക്കാരോ കൊടുന്നിടുന്ന കച്ചറല്ല. നമ്മളെ ടൗൺ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാറുണ്ട് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞ റോട്ടിലിട്ട് തള്ളുന്ന ആൾക്കാരെ. ഇതങ്ങനെയല്ല, ഇത് വണ്ടിയിലുണ്ടാവുന്ന ചെറിയ നിസ്സാരമായ വേസ്റ്റുകളാണ് ഇങ്ങനെ റോട്ടിൽ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്നോട് നീ ചെയ്യാറില്ല എന്ന്. ഞാൻ ചെയ്യാറില്ല. ഞാൻ ഒരു ചെയിൻ സ്മോക്കറാണ്. ഞാൻ വലിക്കുന്ന ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് കൂടി ഞാനൊരു റോഡ് സൈഡിലേക്ക് വലിച്ചെറിയാറില്ല. അതൊക്കെ എൻ്റെ കാറിൻ്റെ അപ്പുറത്തെ സൈഡിൽ, അതായത് അമ്മൂൻ്റെ കാലിൻ്റെ ഒട്ടിക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് പതിവ്. ഞാനതുപോലെ എൻ്റെ പിള്ളേരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വേസ്റ്റ് പോലും, ഒരു ടിഷ്യൂൻ്റെ വേസ്റ്റ് പോലും റോഡിൻ്റെ സൈഡിലേക്ക് എറിയാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കാറ് മാത്രമേ നാശമാവുള്ളൂ. ആ കാറ് നേരെ വീട്ടിൽ വന്നിട്ട് ഇതേപോലെ പിള്ളേർ എന്തൊക്കെയാണോ അവർ കഴിച്ച ഭക്ഷണം, ആ കഴിച്ച ഭക്ഷണത്തൊക്കെ എൻ്റെ കവറുകളൊക്കെ പാടെ കൂടിയിട്ട് ഒരു കവറിലാക്കി ബാക്കിൽ കെട്ടി വെച്ചിട്ടും, അതേപോലെ എൻ്റെ വേസ്റ്റുകളുണ്ട്, അതേപോലെ ഈ ട്രിപ്പ് പോണതിൻ്റെ സകല വേസ്റ്റുകളും നമ്മളൊരു കവറിലാക്കിയിട്ട് എവിടെ നിന്നാണോ കൊണ്ടുപോയത് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കൊടുന്നിട്ട് ആ സാധനം ഒഴിവാക്കാറാണ് പതിവ്. ഇപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊക്കെ കെട്ടി വലിച്ചിങ്ങോട്ട് കുറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചെറിയ 2 കവർ അവിടെ തള്ളി പോരാവുന്നതേ ഉള്ളൂ. ഞാനതെന്ത് തള്ളാത്ത വെച്ചാൽ ഞാനിപ്പോൾ അത് തള്ളണ എൻ്റെ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് ഉണ്ടാവുന്ന പിള്ളേരും അതേ സ്വഭാവം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. എന്തായി കഴിഞ്ഞാലും പിള്ളേരെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഉറങ്ങി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എൻ്റെ ഈ ഒരു വീഡിയോ കേരളത്തിലെല്ലാ ജില്ലയിലും 1,800 രൂപയ്ക്കും 1,600 രൂപയ്ക്കൊക്കെ വീട് ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന പ്രൊജക്റ്റ് കട്ടപ്പന ഇരട്ടിയാറിലാണ് കേട്ടോ. ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ എബ്രഹാം തോമസ് ചേട്ടന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ഒരു 10-22 സെൻറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മെയിൻ റോഡിന് ചാരിയിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. കുറച്ച് ചെരുവായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അറിയാലോ, ഇടുക്കിയിലും കട്ടപ്പനയിലും കോട്ടയത്തും എല്ലാം ഒന്നുമില്ലെങ്കിൽ ഉയരത്ത് അല്ലെങ്കിൽ താഴ്ചയിലായിരിക്കും വീടുകൾ മാക്സിമം. അത് ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കൊച്ചിയിൽ കാണുന്ന പോലെ പരന്ന സ്ഥലങ്ങളിൽ വീട് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവർ ഈ ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ഫസ്റ്റ് ഉണ്ടായ പ്രതിസന്ധികൾ തുടങ്ങിയത്. ഈ ഒരു റോഡ് സൈഡിലുള്ള ഈ ഒരു സ്ഥലം മേടിക്കാനായിട്ട് അവർ ഏകദേശം ഒരു 10-35 ലക്ഷം രൂപയാണ് കേട്ടോ ഇവർക്ക് ഇത് ഇൻവെസ്റ്റ് ആയത്. വീട് വെക്കാനായിട്ട് മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ട് അവർ പിന്നെ മനസ്സിലാക്കിയത്. കാരണം നിങ്ങളിപ്പോൾ ആ കാണുന്ന ഒരു മതിലില്ലേ, ആ മതിലിൻ്റെ ഹൈറ്റ് വരെ കംപ്ലീറ്റ് പാറയായിരുന്നു. അതായത് കോറിയുടെ ഉള്ളിലുണ്ടാവണം അതേപോലത്തെ സെയിം പാറ, നമ്മൾ എംസാൻഡും മെറ്റലും കരിങ്കല്ലൊക്കെ പൊട്ടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ പാറയായിരുന്നു ഈ ഒരു കാണുന്ന പ്രദേശം മൊത്തം. അപ്പോൾ ഓൾറെഡി നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തത് മേടിച്ചു വീട് വെക്കാനായിട്ട് മണ്ണ് നീക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ പാറയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീസെയിലൊന്നും പോസിബിൾ അല്ല. കാരണം പാറയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട് വെക്കാനായിട്ട് അടുത്തൊരാൾ മേടിക്കാൻ പോകുന്നില്ല. പിന്നെ ചേട്ടനുണ്ടായിരുന്ന ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ പാറ പൊട്ടിക്കുക എന്നുള്ളതാണ്. ഈ പാറകൾ പൊട്ടിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു രീതിയിലാക്കാൻ ആ ചേട്ടന് ചിലവാക്കേണ്ടി വന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ലക്ഷം രൂപയാണ്. ഈ ഒരു തുക നമ്മളൊരു സാധാരണ ഇതേപോലെ ഒരു നിരന്ന പ്ലോട്ട് ആ ചേട്ടൻ മേടിക്കണം വെച്ചാൽ 22 ലക്ഷം രൂപയ്ക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ആൾക്ക് ഫുൾ ഫിനിഷ് ചെയ്യായിരുന്നു. ആ ഒരു പൈസയ്ക്കാണ് നിങ്ങൾ ഈ ഒരു കാണുന്ന മതിൽ കെട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും മതിൽ കെട്ടാനാണോ അത്രയും തുക വന്നത്? അല്ല കേട്ടോ. ഈ വീട് വെക്കാനുള്ള ഈ പ്ലോട്ടിലുണ്ടായിരുന്ന സകല പാറയും പൊട്ടിച്ചെടുത്തിട്ടാണ് ആ ചേട്ടൻ അവിടെ മതിൽ കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി പാറ അതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചേട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് 1,800 രൂപയ്ക്ക് ഇടുക്കി ഇരട്ടിയാറിൽ വന്നിട്ട് എനിക്കൊരു വീട് വെച്ചൊരു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയാൻ പോണത്?
കാരണം ഞാൻ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല സ്ഥലത്തിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരുന്നു പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് 1800 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. എങ്ങനെ നിങ്ങൾ എവിടെയും ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്? അതും കൂടാണ്ട് ഈ 1800 രൂപയ്ക്കൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുക്കണ വീടിൻ്റെ ഇൻറ്റീരിയലോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തോന്നും ഇവരെ കുടുംബം വിറ്റിട്ടാണല്ലോ ഈ വീടെല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട്. കാരണം എനിക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നണത്. സാധാരണ ഒരു വീട് വെക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഒരറിവില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഈ ചേട്ടനെ പോലെ, ഈ ചേട്ടന് ഇത് തുടങ്ങിയപ്പോഴാണ് ഒരാൾ ഇതിന് അറിയാത്തൊരാൾ തുടക്കം കുറിക്കുമ്പോഴാണ് ഇതിന് പൈസ ചിലവാവണ വഴിയെ നിശ്ചയില്ലാത്തത്. 1 രൂപ പോലും ലോൺ എടുക്കാണ്ട് വീട് വെക്കാൻ പ്ലാൻ ചെയ്ത ഒരാളാണ് ഈ ചേട്ടൻ. ഇപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പെൻസ് വന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ചിലവായ എക്സ്പെൻസ് ഇപ്പോൾ ഒരു ലോണിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഇന്ന് വന്നു ആൾക്ക്. ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് നമ്മളാണ് ചെയ്യണത്. പക്ഷേ എനിക്ക് ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ റേറ്റ് വരെ ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ വീടിൻ്റെ കുറ്റിയടിക്കാണ് ഞാനും എൻ്റെ മക്കളും എല്ലാവരും ഉണ്ട്. എൻ്റെ ലച്ചുവാണ് മെയിനായിട്ട് നമ്മളെ ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ബാക്കിയുള്ളവരവിടെ ഫോണും കണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വീടിൻ്റെ കുറ്റിയടി തുടങ്ങിയിട്ട് കൂടി ഞാൻ ഈ വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ റേറ്റ് ആ ചേട്ടനോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലൊരു റേറ്റ് ഉണ്ട്. ആ റേറ്റാണ് നമ്മൾക്ക് ഏകദേശം വരിക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ ബേസ്മെൻറ്റ് അസ്ഥിവാരം കീറാൻ പോണത്. കാരണം ഇതിൻ്റെ അസ്ഥിവാരം കീറിയതിന് ശേഷമുള്ള എനിക്ക് ഈ വീടിൻ്റെ ഒരു ഫൈനൽ പ്രൈസ് പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം മൊത്തം പാറയാണ്. ഇതിലെവിടെ താവും ഏത് രീതിയിൽ അടിയിലേക്ക് ബേസ്മെൻറ്റ് ഇടണം എന്നുള്ളത് ഇത് കീറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ എനിക്ക് തീരുമാനിക്കാൻ പറ്റുക. ഭൂമിൻ്റെ അടിയിൽ കിടക്കുന്ന അവസ്ഥ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ഒരു മനുഷ്യനൊരു സൂക്കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം, എക്സ്റേ ചെയ്യാം, എന്നിട്ട് ഏതെല്ലാം പൊട്ടിയെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഭൂമി സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ എത്ര പാറ ഉണ്ട് എന്നൊക്കെ നോക്കാൻ ഇന്നത്തെ ടെക്നോളജി അതിന് വളർന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ടെക്നോളജിക്ക് നമ്മൾ എത്ര പൈസ കൊടുക്കേണ്ടി വരും? അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ ചേട്ടനോട് ഈ ബേസ്മെൻറ്റിന് ഇത്ര രൂപയ്ക്ക് ഞാൻ ചെയ്തുതരാമെന്ന് പറയാം? ബേസ്മെൻറ്റ് ചെയ്താലല്ലേ നമുക്ക് അതിൻ്റെ മുകളിൽ വീട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബേസ്മെൻറ്റിൻ്റെ പൈസയും കൂടി ഇൻക്ലൂഡ് ആയിട്ടല്ലേ നമ്മളൊരു വീടിൻ്റെ ഫുൾ ഫിനിഷിൻ്റെ പൈസ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സൈറ്റിലുണ്ടായിരിക്കുന്ന അതേ ഭൂമിയാണോ ഇപ്പോൾ നമ്മൾ വേറൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോണത്? ഇനി ഇപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് തൃശ്ശൂർ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ എറണാകുളത്ത് പിറവത്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. രണ്ടും വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പിങ്ങിലാണ്, വ്യത്യസ്തമായ മണ്ണാണ്. അപ്പോൾ അതിനും ബേസ്മെൻറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടല്ലേ വരിക. എല്ലാ ബേസ്മെൻറ്റിനും നമുക്ക് ഒരേ റേറ്റ് ഇട്ടിട്ട് എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ നമ്മളിത് ശരിക്കും ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കല്ലേ. അതായത് എല്ലാ ആൾക്കാർക്കൊന്നും വീട് പണീനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. നിങ്ങളിടുന്ന വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാർ ആ ഒരു പ്ലാനിങ്ങിൽ, അതായത് 1800 രൂപയ്ക്ക് എൻ്റെ വീട് കംപ്ലീറ്റ് നിങ്ങൾ കാണിക്കണ ഇൻറ്റീരിയൽ ഫിനിഷ് വരും എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ? അങ്ങനെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാവും വേറൊരുത്തൻ്റെ ഒരു വീഡിയോ വരിക. അതായത് 2500 രൂപയ്ക്ക് വിത്ത് ഇൻറ്റീരിയൽ ഫുൾ ഫിനിഷ്ഡ്. ആ വീട് കാണുമ്പോൾ ഇവർ വിചാരിക്കും അയ്യോ ഇവർ പറ്റിക്കൽസാണോ, മറ്റൊന്ന് 1800 രൂപയാണ് പറഞ്ഞത്, നിങ്ങൾ 2500 ഇപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ പറയണത്. കാണുമ്പോൾ സെയിം ഇൻറ്റീരിയൽ തന്നെയാവും. പക്ഷേ ഈ ആളുടെ കയ്യിലുണ്ടാവുന്ന ബഡ്ജറ്റ് വെറും 1800 രൂപയോ, അതായത് 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ 18 ലക്ഷം രൂപ. എന്നിട്ട് ആ 2500 രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ഇൻറ്റീരിയൽ ചെയ്ത ആ വർക്ക് കണ്ടിട്ടാവും ചിലപ്പോൾ ഇയാൾ 1800-ൻ്റെ കോൺട്രാക്ടറെ ഏൽപ്പിക്കാൻ പോണത് കേട്ടോ. അവിടെയാണ് നമ്മൾ ഈ സാധാരണക്കാരെ പറ്റിക്കുന്നത്. അതായത് ഈ സാധാരണ എല്ലാ ആൾക്കാർക്കും വീട് പണീനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധികാരികമായിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ ആ 2500 രൂപയ്ക്ക് എന്തൊക്കെ ഇൻറ്റീരിയലാണോ കാണിച്ചിരിക്കുന്നത് ആ ഒരു ഫിനിഷിങ് ഒരിക്കലും നിങ്ങൾക്ക് ഈ 1800 രൂപയ്ക്ക് ചെയ്തെന്ന കോൺട്രാക്ടർക്ക് അതേപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെ പറ്റിച്ചതാണത്. നിങ്ങളെ പറ്റിച്ചതല്ല. നിങ്ങൾ കണ്ട രണ്ടാമത്തെ വീഡിയോ, അതായത് 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്നുള്ള വീഡിയോ ആണ് കറക്റ്റായിട്ട് ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ കേരളത്തിൽ ഒരാൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മീഡിയം രീതിയിൽ ഇൻറ്റീരിയൽ വർക്കെല്ലാം ചെയ്തിട്ട് ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്തു തരാൻ അത്രയും രൂപ ആവും. അതിലും താത്തി പറയുന്ന ആൾക്കാരാണ് നിങ്ങളെ പറ്റിക്കണത്. നമ്മൾ ഈ ഒരു ഹെഡേക്ക് ഒന്നും എടുക്കാനാവില്ല വെച്ചിട്ടാണ് ഒരു വീടും ഫുൾ ഫിനിഷ് നമ്മൾ ഒറ്റയടിക്ക് കരാറെടുക്കാത്തത്. കാരണം ബേസ്മെൻറ്റിന് ഒരു സെപ്പറേറ്റ് റേറ്റ്. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോസിൽ കാണിച്ചു തന്ന പോലെ പല ഭൂമി പല രീതിയിലാവും കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ബേസ്മെൻറ്റിന് പല റേറ്റുമാണ് നമുക്ക് വരിക. ബേസ്മെൻറ്റിൻ്റെ മുകളിലേക്ക് നമ്മളുണ്ടാക്കുന്ന സ്ട്രക്ചർ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ എം സാൻഡിനും മെറ്റലിനും മാത്രം നമുക്ക് റേറ്റ് ഡിഫറൻസ് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഇടുക്കി ഇരട്ടിയാറിൽ റേറ്റ് ഡിഫറൻസ് വരും. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നമ്മൾ 100 രൂപയും കൂടി അധികം കൂട്ടിയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത്രയും എം സാൻഡും മെറ്റലിനും റേറ്റ് കൂടുതലുകൊണ്ടാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വീട് വെക്കാനായിട്ട് വേണ്ടത് എം സാൻഡും മെറ്റലുമാണ്. പിന്നെ ബേസ്മെൻറ്റിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ കേരളത്തിൽ എല്ലാ സ്ഥലത്തും എത്രയാണ് പ്രൈസ് വരിക എന്ന് നമ്മൾ ഒരേ രീതിയിൽ പ്രൈസ് ഇടുന്നതിൻ്റെ കാരണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യണത് ഈ എം സാൻഡിൻ്റെ മെറ്റലിൻ്റെ വേരിയേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് സെയിം ആണ്. അതായത് എറണാകുളത്ത് ഉപയോഗിക്കണം അതേ രീതിയിൽ തന്നെ നമ്മൾ ഇടുക്കിയിലും വീട് വയ്ക്കും, അതേപോലെ തന്നെ കോഴിക്കോടും വീട് വയ്ക്കുന്നുണ്ട്, കണ്ണൂരും വീട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒരു വ്യത്യാസത്തിൻ്റെ കാര്യം ചിന്തിക്കേണ്ട. ആകെയുള്ളൊരു അഡീഷണൽ എക്സ്പെൻസ് വരുന്നത് ഞങ്ങളുടെ ട്രാവലിംഗ് ആണ്. അത് ഞങ്ങൾ സഹിക്കണം. ആ ഒരു എക്സ്പെൻസ് ഞങ്ങൾ സഹിക്കാനായിട്ടാണ് ഞങ്ങൾ ഇതേപോലത്തെ EV കാറുകളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഒരു ദിവസം നമ്മൾ എത്രത്തോളം ട്രാവൽ ചെയ്യേണ്ടത്. അത് പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ വണ്ടിയിൽ പോയിട്ട് ഇത്രയും ദൂരത്ത് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് മാസത്തിലോ 2 മാസത്തിലോ കൂടി പോയി വരാൻ പറ്റില്ല. അത്രയും ഹ്യൂജ് എക്സ്പെൻസാണ് പെട്രോളിന് വരിക. ബാക്കി വരുന്ന വർക്കിംഗ് കോസ്റ്റ് കംപ്ലീറ്റ് എല്ലാം സെയിം ആണ് വരിക.
പിന്നെ നമ്മൾ സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം ആ വീടിൻ്റെ ഉള്ളിലത്തെ സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് അതിൽ വെക്കുന്ന സാനിറ്ററീസ്, ഇതൊക്കെ ഏത് ബ്രാൻഡിൽ വേണം, ടൈൽസ് ഏതിടണം, ഗ്രാനൈറ്റ് ഇടണോ, ഇതൊക്കെ ക്ലയൻറ്റിന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ബഡ്ജറ്റിൽ അവർക്ക് ആ വീട് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയുന്ന തുക ബേസ്മെൻറ്റിന് എത്രയാണോ ഒരു പ്രൈസ് പറയും, ആ ബേസ്മെൻറ്റിൻ്റെ ഒരു പ്രൈസും ഞങ്ങളെ സ്ട്രക്ചറിനുള്ള റേറ്റും A to Z ഏത് രീതിയിലാണ് ചെയ്യണമെന്നൊക്കെ ആദ്യമേ എഴുതി അതിലാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണത്. അതിൽ ₹1 അധികവും നിങ്ങൾക്ക് വരില്ല, ₹1 കമ്മിയായിട്ടും വരില്ല. ബാക്കി ഫുൾ ഫിനിഷിന് വരുന്ന എക്സ്പെൻസ് കംപ്ലീറ്റ് വ്യക്തിക്ക്, അതായത് അതാത് വീടിൻ്റെ ഉടമസ്ഥനെ തീരുമാനിക്കുക. നമ്മളെ വീട് പ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മളെ വീട് പുട്ടിയിടുന്ന വെറും പുട്ടി മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്, 2 പുറം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പുട്ടിയിടുന്നതുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു പ്ലാസ്റ്ററിങ് തന്നെ ഇത്രയും വെറൈറ്റികളുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിൽ ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് വീടിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഞാനിപ്പോൾ കോട്ടയത്ത് ചെയ്തൊരു വീട് അല്ലെങ്കിൽ പാലക്കാട് ചെയ്തൊരു വീട്, ആ വീടിൻ്റെ പ്രൈസ് എത്രയായി, ഈ വീടിൻ്റെ പ്രൈസ് എത്രയായി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സ്ട്രക്ചർ മാത്രമാണ് ചെയ്തു തരുന്നത്. സ്ട്രക്ചറിൻ്റെ മോഡലിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൈമർ അടിച്ചിട്ട് താമസിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങൾ അതിൻ്റെ മുകളിൽ 2 സൈഡും പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റാണ് വരിക. അതല്ല 2 സൈഡും പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് 2 സൈഡ് അതിൻ്റെ മുകളിൽ പുട്ടിയിടുന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾ വീട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഓവർ എക്സ്പെൻസ് വരും. ഉള്ളിൽ വെറും പുട്ടിയിടുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസേ വരുള്ളൂ. ഇപ്പോൾ ഈ ഒരു ബേസ്മെൻറ്റ് ഉണ്ടോ, ഈ ഒരു ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ആ ഒരു വർക്ക് ഏരിയൻ്റെ ആ കോർണർ ബേസ്മെൻറ്റ് അടിസ്ഥാനം എടുത്തതാണ്. കാരണം അവിടെ താവില്ല, അവിടെ കംപ്ലീറ്റ് പാറയാണ്. അതായത് കരിങ്കലിൻ്റെ പാറ നമുക്ക് ഇനി ഈ ഇത് ഇത്രയും കുഴിച്ചതിൻ്റെ പുറമെ ഇനി നമുക്ക് ഈ ബേസ്മെൻറ്റിനായിട്ട് കുഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളെ രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ. നമ്മളിതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നത് അടി ലെവലാക്കാനായിട്ട് അവിടെ ഇവിടെ തന്നെ പൊട്ടിച്ച കരിങ്കല്ല് ഉപയോഗിക്കും. ആ കരിങ്കല്ലിൻ്റെ കൂടെ കോൺക്രീറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനൊരു ബേസ്, ഒരു ബെഡ് ശരിയാക്കും. അതിൻ്റെ മുകളിൽ പ്ലെന്ത് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണ് ഫില്ലിങ് ചെയ്ത് തറയുടെ ബേസ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ചേട്ടന് പറഞ്ഞു കൊടുക്കാൻ പോണത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ നോർമൽ റേറ്റിനേക്കാളും കമ്മിയായിട്ടാണ് ആ ചേട്ടന് വരിക. കാരണം നമ്മൾക്ക് ഇവിടെ താഴത്തെ 1.5 അടി ഡെപ്ത് എന്നുള്ളത് വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു ചെറിയൊരു കുഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും റോ മെറ്റീരിയൽ അവിടെ കമ്മിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ലേബറും കാര്യങ്ങളും കണക്കാക്കിയിട്ട് അതിന് നമ്മളതിന് പൈസ കമ്മിയാക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ രീതിയിൽ വീട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് നിശ്ചയിക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കിടപ്പും അതേപോലെ തന്നെ നിങ്ങൾ ആ വീട്ടിൽ ഉപയോഗിക്കാൻ പോണ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിക്കും അനുസരിച്ചാണ് നിങ്ങളുടെ വീട് പൂർത്തിയാകുക.